സാറേ, ഈ ഹേമ കമ്മിറ്റി രൂപീകൃതമായത് തന്നെ WCC എന്ന് പറയുന്ന സംഘടനയുടെ ഇടപെടൽ കൊണ്ടാണ്. നമുക്കറിയാം, ആദ്യം മുതൽ തന്നെ ബീന പോള്, അതുപോലെ ദീദി ദാമോദരൻ, വിധു വിൻസെൻ്റ്, അതുപോലെ തന്നെ പത്മപ്രിയ, അഞ്ജലി, ഈ പാർവതി തെരുവോത്ത്, ഇതൊക്കെയായിരുന്നു. ഇവരെയൊക്കെ ഇപ്പോഴും കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരാൾ മാത്രം അപ്രത്യക്ഷയാണ്. അപ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷമുള്ള മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ തുറന്നു പറച്ചിലുകളിലോ ഒന്നും തന്നെ കണ്ടില്ല. ആ വ്യക്തിയുടെ പേര് പത്മപ്രിയ എന്നാണ്. എവിടെയാണ് ഈ പത്മപ്രിയ? പത്മപ്രിയ വളരെ ബോൾഡായ ഒരാളാണ്. അവർ തമിഴിൽ തന്നെ, എൻ്റെ ഓർമ്മ തെറ്റുണ്ടെങ്കിൽ തിരുത്താം, സാമി എന്ന് മറ്റോ പറഞ്ഞിട്ട് ഒരു സംവിധായകനായിട്ട് 2 എണ്ണം കൊടുക്കുകയും ചെയ്ത ആളാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പത്മപ്രിയ വളരെ പയനീറിങ് ആയ ഒരു MBA ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. വളരെ പയനീറിങ് ആയ ഒരു അധ്വാനം ഈ WCCയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള ആളാണെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം ഒരു സംഘടന ഉണ്ടാകുമ്പോൾ അതിനൊരു നിയമാവലി വേണമല്ലോ, ബൈലോ. അതെ, ഈ AMMയുടെ ബൈലോ ഒക്കെ എഴുതി വക്കീൽമാരോടൊക്കെ ചോദിച്ചിട്ട് അതിന് വേണ്ട സന്നാഹങ്ങളൊക്കെ ഒരുക്കിയത് അതിന് പിന്നിലൊരു ബുദ്ധി ആയിട്ട് പ്രവർത്തിച്ച ആളുകൾ. ഇപ്പോൾ പാർവതി തിരുവോത്തിന്റെ പേരിലേ പറയുള്ളൂ. പക്ഷെ ഞാൻ അന്നേ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഈ പത്മപ്രിയ അതിൽ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത്, ബുദ്ധിപരമായ ഒരു സന്നാഹം അതിന് കൊടുത്തതിലുമൊക്കെ, ബൈലോ എഴുതിപ്പിക്കുന്നത്, ഉണ്ടാക്കുന്നത്, അതിനൊരു സംഘടനയുടെ രൂപം കൊടുക്കുന്നതിലുമൊക്കെ. പിന്നീട് അവർ ഈ ആപ്പുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു തിങ്ക് ടാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളെ അവർ വിവാഹം ചെയ്ത് അതുമൊക്കെ ആയിട്ടുള്ള തിരക്കിലായിരുന്നു എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ അവർ അപ്രത്യക്ഷമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്താണെന്ന് വെച്ചാൽ, ഡൽഹിയിൽ നിന്നുള്ള ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടല്ലോ, അതിൽ പത്മപ്രിയയുടെ ഈ ഹേമ കമ്മിറ്റിക്ക് ശേഷമുള്ള സംഭവങ്ങളെപ്പറ്റി അവരിതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം. ഒരു നല്ല ലേഖനം ഇന്ന് ഞാൻ വായിച്ചു ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ. അത് ട്രൂത്ത് അബൌട്ട് വിമൻസ് അബ്യൂസ് ഇൻ മലയാളം സിനിമ ഈസ് ഔട്ട്, ഡസ് എനിവൺ റിയലി കെയർ. ഈ മലയാളം സിനിമയിലെ സ്ത്രീകളുടെ ദുരുപയോഗത്തിനെ പറ്റിയിട്ടുള്ള സത്യം പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ, ശരിക്കും ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ള ശീർഷകത്തിലാണ് പത്മപ്രിയ ജാനകിരാമൻ എന്നുള്ള പേരിലാണ് എഴുതിയിരിക്കുന്നത്, അവരുടെ മുഴുവൻ പേരിൽ. അപ്പോൾ ആ ലേഖനത്തിൽ സാധാരണ നമ്മളൊരു ലേഖനത്തിൻ്റെ എസൻസ്, സത്ത നോക്കാനായിട്ട് അതിലെ കീവേഡ് എന്താണെന്ന് നോക്കാനൊക്കെ പറയും. ഞാൻ പഠിച്ചിട്ടുള്ള ലിറ്റററി ക്രിറ്റിസിസം, സാഹിത്യ വിമർശനത്തിലൊക്കെ പറയും, ഒരു പ്രധാനപ്പെട്ട വാക്ക് ആവർത്തിച്ച് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളുകളിൽ പിടികിട്ടും, ആത്മാവ് എന്ന് പറയും. ഇതിൽ എപ്പതി എന്ന് പറഞ്ഞ വാക്കാണ് കൂടുതലും ഉള്ളത്. എമ്പതി എന്ന് പറഞ്ഞാൽ കാരുണ്യത്തോടുകൂടി കാര്യമില്ല, അതിൻ്റെ വിപരീത സംഗതിയാണ് എപ്പതി. ഈ അനുകമ്പയില്ലായ്മ, നിസ്സംഗത, ഉദാസീനത എന്നൊക്കെ പറയാം. അതാണ് ഇതിൽ ഉടനീളം. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ അപൂർണമാണെങ്കിലും പുറത്തു വന്നിട്ട് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഈ സംവാദങ്ങളിലും അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന സംവാദങ്ങളാണ് എന്നാണ്. അതിലൊന്നും സ്ത്രീകളോടുള്ള അനുകമ്പയല്ല കാണുന്നത് എന്നാണ് പത്മപ്രിയ ലേഖനത്തിൽ ഉടനീളം പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സത്ത എന്താണോ അത് ചർച്ച ചെയ്യുന്നതിന് പകരം വേറെന്തൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ ഈ പടപ്പെ തല്ലുക എന്ന് പറയാറുണ്ട് സാധാരണ, വേലിക്കലിരിക്കുന്ന വേറെ സംഗതിയിലൊക്കെ അടിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഈ ലേഖനം തുടങ്ങുന്നത് ഈ കർമ്മപ്പ, അതായത് ഈ ദലൈലാമയുടെയൊക്കെ പുനരവതാരമായിട്ട് അവർ ഓരോരുത്തരെ കണ്ടെത്തുമല്ലോ. അങ്ങനെയുള്ള ഒഗ്യൻ ട്രിൻലി ദോർജെ എന്ന് പറയുന്ന 17ാമത്തെ കർമ്മപ്പ പറഞ്ഞ ഒരു വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ലേഖനം തുടങ്ങുന്നത്.
അത് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വാചകമായിട്ട് എനിക്ക് തോന്നി. കാരണം ആ കർമ്മപ ആ ഉദ്ധരണിയിൽ പറയുന്നത് എപ്പത്തി എന്ന് പറഞ്ഞ വാക്ക് തന്നെയാണ്. അതായത് ലോകത്ത് ആയുധങ്ങൾ, അക്രമങ്ങൾ, യുദ്ധങ്ങൾ, രോഗങ്ങൾ, ഇതുകൊണ്ടുള്ള കെടുതികൾ ധാരാളം വരും. അതൊക്കെ നമുക്ക് നീക്കിക്കളയാൻ പറ്റും. പക്ഷേ എപ്പതി കാരുണ്യമില്ലായ്മ, അനുകമ്പയില്ലായ്മ, അത് നമ്മുടെ മനുഷ്യ സമൂഹത്തെ കീഴടക്കി കഴിഞ്ഞാൽ ആ ദുരന്തത്തിന് മരുന്നില്ല. ഇതാണ് വാചകം. അപ്പോൾ ഈ സ്ത്രീകളുടെ കാര്യത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷവും കേരളത്തിൽ നടക്കുന്ന ചർച്ച ഈ അനുകമ്പയോടുകൂടിയുള്ളതല്ല എന്നുള്ളതാണ് ലേഖനത്തിൽ പറയുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഈ WCC പോലെയുള്ള സംഘടനകളൊക്കെ ഉള്ളവർ പരസ്പരം അഭിനന്ദിക്കുന്നത് കണ്ടു. അവർ പറയാം, ഞാൻ ഇനി പറയുന്നത് എൻ്റെ അഭിപ്രായങ്ങളല്ല, ലേഖനത്തിൽ പരസ്പരം അഭിനന്ദിച്ചു. പക്ഷേ ഈ അനുകമ്പയില്ലായ്മയെപ്പറ്റി, നിർവികാരത, നിസ്സംഗത, അതിനെപ്പറ്റി ആരും പറഞ്ഞ് കാണുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞിരുന്നത് സ്ട്രക്ചറൽ ആൻഡ് സോഷ്യൽ ഇറഗുലാരിറ്റീസ് അതിനെ പറ്റിയിട്ടാണ്. അല്ലാതെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന കാര്യം മാത്രമല്ല അതിലുണ്ടായിരുന്നത്. ശരിക്ക് അതിൻ്റെ അകത്ത് ഈ സ്ട്രക്ചറൽ ഇറഗുലാരിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഡ്രസ്സ് മാറ്റാനുള്ള സൗകര്യങ്ങൾ, മൂത്രപ്പര, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, ബേസിക് ആയിട്ടുള്ള ബേസിക് അമേനിറ്റീസ്, ആ സൗകര്യം ഇല്ലായ്മ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇല്ലായ്മ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ലൈംഗികതയല്ല, സത്യത്തിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ, ലേബർ, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്, അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. ഭരണഘടന സംബന്ധിച്ച് ലംഘനങ്ങൾ ഈ സ്ഥലങ്ങളിൽ നടക്കുന്നു. ശരിയാണ്, ICC ഇല്ലല്ലോ പല സ്ഥലത്തും ഇല്ല. തൊഴിൽ സംബന്ധിച്ച കെടുതികൾ പല സ്ഥലത്തും നിൽക്കുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങൾ സിനിമാ മേഖലയിൽ നടക്കുന്നു. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണ്? ഈ പെണ്ണുപിടുത്തവും കയറിപ്പിടുത്തവും പീഡനവും മാത്രമായിട്ട് ചുരുക്കുകയാണ് നമ്മൾ ഈ സംവാദങ്ങളിൽ. അവർ പറയുന്നുണ്ട് അത് സ്ട്രക്ചറൽ സോഷ്യൽ ഇറഗുലാരിറ്റീസ് ആണ് അതിൻ്റെ അകത്ത് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ, ലേബർ, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്, ഇതാണ് കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം സുനിലും ഞാനും കൂടി ചർച്ച ചെയ്യുമ്പോഴും ഞങ്ങളിത് പറഞ്ഞാണ്, ആ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടല്ല. ഒന്നാമത് ഈ സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ പോലുമുള്ള പോലീസ് സംഘമൊക്കെ വന്നിരിക്കുന്നത്. ആ കമ്മിറ്റി റിപ്പോർട്ടിനെ സത്യത്തിൽ ഇഗ്നോർ ചെയ്തിട്ടാണ് ബാക്കി ചർച്ചകൾ. കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ആരോപണങ്ങളിൽ നടപടി എടുക്കുന്നതിനെ പറ്റിയിട്ടൊന്നുമല്ലല്ലോ അല്ല ചർച്ച. ആ പോലീസ് സംഘം അതിനല്ല, അത് ഹൈക്കോടതിയുടെ എന്തെങ്കിലും ശാസനം വരുമ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ആ മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്ന് പറഞ്ഞെടുത്താൽ ഹേമ കമ്മിറ്റിയിൽ പറയുന്ന ഈ മനുഷ്യാവകാശ ലംഘനങ്ങളെ പറ്റി അല്ല ആളുകളും മിണ്ടുന്നത്. സിനിമക്കാരും അതെ, മാധ്യമങ്ങളും അതെ. എന്നിട്ട് പത്മപ്രിയ പറയാം, 17 തരം ചൂഷണങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. 17 തരം. ഇത് മാത്രമല്ല, ബാക്കി 16നെ പറ്റി മിണ്ടുന്നില്ല. 17 തരം ചൂഷണങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. 30 സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട 30 വിഭാഗങ്ങളിലാണ് ഈ ചൂഷണം നടക്കുന്നത്. 30 വിഭാഗം. അഭിനയം മാത്രമല്ല, പിന്നെയും കിടക്കുന്നു. പിന്നെയുണ്ട് 29 വിഭാഗങ്ങൾ. എന്നിട്ട് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പോലീസും ഭരണകൂടവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരാതിപ്പെടാനാണ്. പരാതിപ്പെട്ടാൽ ഞങ്ങൾ നടപടിയെടുക്കാം എന്നാണ്. അത് ഇൻസെൻസിറ്റീവായിപ്പോയി എന്ന് പത്മപ്രിയ പറയുന്നു. അത് വേണ്ട അനുകമ്പയോടുകൂടി പരിഗണിക്കുന്നില്ല. വീണ്ടും പരാതി ചോദിക്കുക. ഇപ്പോൾ ബംഗാളി നടി തന്നെ പരാതിപ്പെടണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് പരാതി തരുന്നതെന്ന് ഇമെയിലിൽ പറഞ്ഞിട്ടുണ്ട്.
കാരണം ഈ കൊഗ്നൈസബിൾ ഒഫൻസിൻ്റെ കാലത്ത് പരാതിപ്പെടേണ്ട കാര്യമില്ല. ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറിൻ്റെ സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു കൊലപാതകം നടന്നാൽ അങ്ങേര് ആക്ട് ചെയ്യണ്ടേ, കേസെടുക്കണ്ടേ? അതുപോലത്തെ ഒരു ഒഫൻസാണിത്. ഇനി അങ്ങനത്തെ ഒഫൻസ് അല്ല എന്നൊക്കെ ചില CPM വക്കീൽമാരൊക്കെ പറയുന്നത് കേട്ടു. രണ്ടും കൊഗ്നൈസബിൾ ഒഫൻസ് തന്നെയാണ്, കൊലപാതകം അതെ ഇതും അതെ. ഇത് ഒരു പെൺകുട്ടി വന്ന് നിലവിളിച്ച് കഴിഞ്ഞാൽ ആക്ട് ചെയ്യാം, അങ്ങനെയാണ്. അത് ചെയ്യുന്നില്ല. പരാതിപ്പെടാൻ പറയുന്നു, അത് ഇൻസെൻസിറ്റീവാണ്, പത്മപ്രിയ പറയുന്നു. എന്നിട്ട് അങ്ങനെ പരാതിപ്പെട്ടിട്ട് ഇവർ വീണ്ടും പരാതിയുമായിട്ട് ചെല്ലുമ്പോൾ ദേ ആർ റീലിവിങ് ദ ഡെമൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെ ആക്രമിച്ച രാക്ഷസന്മാരില്ലേ, ആ രാക്ഷസന്മാരെ വീണ്ടും ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുക. ഇതെന്തൊരു കഷ്ടമാണിത്. ചിലപ്പോൾ ഇപ്പോൾ വന്ന ആരോപണങ്ങൾക്കൊന്നും തെളിവും ഉണ്ടാവില്ല. അപ്പോൾ ഇവർ ഭയങ്കരമായ മാനസിക വ്യതകളിൽ കൂടിയായിരിക്കും ഈ കടന്നു പോകുന്നത്. കാരണം പരാതി കൊണ്ടുവരാൻ പറഞ്ഞു, കൊടുത്തു. അത് കഴിഞ്ഞ് അന്വേഷിക്കുമ്പോൾ പിന്നെ പറയും തെളിവില്ല എന്ന് പറയും. ഇത് പത്മപ്രിയ പറയുന്നു, ഇതൊരു അസംഘടിത വ്യവസായമാണ്. ശരിയാണത്. അതിൽ സ്ത്രീയുടെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ധാരാളം ചർച്ച ചെയ്യുന്നുണ്ടാവും. ഈ ലൈംഗിക പീഡനമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൽ ഇപ്പോൾ അതവർ പറയാനുള്ള കാരണം ബംഗാളി നടി പറഞ്ഞതിൽ ചില ഭാഗങ്ങൾ നുണയാണ് രഞ്ജിത്ത് പറഞ്ഞില്ല. അതെ. അപ്പോൾ ഒരാളൊരു വെളിപ്പെടുത്തൽ നടത്തിക്കഴിഞ്ഞാൽ അതിനെ ഇൻ ടോട്ടാലിറ്റി സമഗ്രമായിട്ട് കാണുന്നതിന് പകരം ഇന്നതൊന്നും അതിൽ സംഭവിച്ചിട്ടില്ല കേട്ടോ, ഇറ്റ് ഈസ് ഓക്കെ എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളത് പിന്നെയും ഒരു വിവാദത്തിൻ്റെയും തർക്കത്തിൻ്റെയും മേഖലയിലേക്ക് കൊണ്ടുപോകാം. ആ സ്ത്രീ പറഞ്ഞ ഇന്ന ഭാഗം ശരിയായിരിക്കില്ല, മറ്റേ അങ്ങനെ പറഞ്ഞു എന്നാൽ പിന്നെ ശരി എന്നൊക്കെ പറഞ്ഞാണ് ഈ ചർച്ച കൊഴുക്കുന്നത്. ഈ പെൺകുട്ടി പറഞ്ഞത് അതിൻ്റെ സമഗ്രതയിൽ കാണുന്നില്ല. പരിഹാരത്തിന് പകരം നടന്നുകൊണ്ടിരിക്കുന്നത് സാമാന്യവൽക്കരണമാണ്. ഓരോരുത്തരും ഓരോ പരാതി പറയുന്നു, അത് പരിഹരിക്കുന്നതിന് പകരം ജനറലൈസ് ചെയ്യാണ്. ആ ജനറലൈസേഷൻ്റെ ഭാഗമാണ് മറ്റ് രംഗങ്ങളിൽ, തൊഴിൽ രംഗങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. പത്മപ്രിയ പറയുന്നു അതാണ് ടോവിനോ തോമസ് ചോദിച്ചതേ. മറ്റു രംഗങ്ങളിലില്ലേ, നിങ്ങളുടെ മേഖലയിലില്ലേ എന്ന് പത്രപ്രവർത്തകരോട് ചോദിക്കുക. ഇന്ന് സുരേഷ് ഗോപി ചോദിച്ചതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് സുരേഷ് ഗോപി എന്ന് വന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപിയെ തിരുത്തിയല്ലോ സുരേന്ദ്രൻ. അപ്പോൾ അങ്ങനെ മറ്റ് രംഗങ്ങളിൽ ഇല്ലേ എന്ന് ചോദിക്കുകയല്ല വേണ്ട, ഈ രംഗത്ത് എന്താണുള്ളതെന്ന് പറഞ്ഞിട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്തുകയാണ് വേണ്ടത്. പക്ഷെ ആ പരിഹാരത്തിന് പകരം ഈ സാമാന്യവൽക്കരണം നടക്കുന്നു. സിനിമയിൽ 70-ലധികം തൊഴിലുകളുണ്ട്, ട്രേഡ് ഓക്യുപ്പേഷൻസ്. നമ്മൾ ശ്രദ്ധിക്കാത്തതാണ്. 70+. പലതില്ലേ, ക്യാമറ അസിസ്റ്റന്റ് ഡയറക്ടർ, ഇങ്ങനെ ഓരോ കാര്യത്തിലെ ഡ്രസ്സ്, അല്ലെങ്കിൽ 70+ എന്ന് പറഞ്ഞാൽ 70 ജോലികൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് ഒരു ഷൂട്ടിംഗ് സ്ഥലം ഉണ്ടാകുന്നത്. ഈ ആർട്ട് ഡയറക്ഷൻ, വെളിച്ചം, ലൈറ്റ്, ഇതൊക്കെ ഉണ്ടാവില്ല. എന്നിട്ട് ആ രംഗങ്ങളിലൊന്നും അക്കൗണ്ടബിലിറ്റി ഇല്ല. എന്നിട്ടാണ് ഈ സിനിമയെ മറ്റ് രംഗങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല സിനിമയെ മറ്റ് രംഗങ്ങളുമായിട്ട്. ഇത് ഞങ്ങൾ തന്നെത്താൻ കൈകാര്യം ചെയ്തോളാം എന്നാണ് എന്നിട്ടിപ്പോൾ ചില നേതാക്കൾ വന്ന് പറയുന്നത്. അത് AMMയുടെ സിദ്ദിഖ് പറഞ്ഞതിനെ പറ്റിയായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഒരു സംഘടനയോ മറ്റോ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് അക്കൗണ്ടബിലിറ്റി വേണം, അതിന് ഏജൻസികൾ വേണം, നടപടിയെടുക്കേണ്ട ഏജൻസികൾ. ഇന്ന ആളുകൾ കുറ്റവാളികളാണ് എന്ന് തീരുമാനിക്കാനുള്ള ഏജൻസികൾ വേണം. അല്ലാതെ സംഘടന ഞങ്ങളിത് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞാൽ പോരാ. എന്നിട്ട് കുറേ ആളുകളുണ്ടല്ലോ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടവർ, പത്മപ്രിയ പറയുക ഞാൻ റിപ്പോർട്ട് വായിച്ചില്ല എന്ന് പറഞ്ഞ് അജ്ഞത ഭാവിക്കുക. വായിക്കേണ്ടത് അവരുടെ ചുമതലയാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി വരെ അങ്ങനെ പറഞ്ഞിരുന്നല്ലേ. അതെ. ഞാൻ ഈ റിപ്പോർട്ട് വായിച്ചില്ല, ഫെയിനിങ് ഇഗ്നറൻസ്, അജ്ഞത ഭാവിക്കുന്നു. 4 വർഷം അടയിരുന്നിട്ടാണ്
ഈ സജി ചെറിയാനപ്പോഴുള്ളവർ ഇത് പറയുന്നത്. ഞാൻ വായിച്ചില്ല, ഇയാൾക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നില്ലേ, വായിക്കായിരുന്നല്ലോ. എന്നിട്ടൊരു കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ട് സർക്കാരും ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ ജെൻഡർ ഇൻക്ലൂഷൻ്റെ പ്രശ്നങ്ങളുണ്ട്, സുരക്ഷിതത്വം സ്ത്രീയുടെ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതിന് പകരം സർക്കാർ ബ്രാൻഡ് ബിൽഡിങ്ങിൻ്റെ പിന്നാലെ നടക്കുകയാണ്. പത്മപ്രിയ അവസാനിപ്പിക്കുക. അങ്ങനെ ബ്രാൻഡ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോൺക്ലേവ് നടത്താം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ സജി ചെറിയാനും പിണറായി വിജയൻ്റെ സർക്കാരും ബ്രാൻഡ് ബിൽഡിംഗ്, ഞങ്ങൾ മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് കോൺക്ലേവ്. ഈ കോൺക്ലേവ് അല്ല വേണ്ടത്, കാര്യങ്ങൾ ചെയ്യാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ്. അങ്ങനെ പറഞ്ഞാണ് പത്മപ്രിയ ലേഖനം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് അവർ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ശരിക്കും എന്താണെന്നുള്ളതിൻ്റെ സത്ത ശരിക്കും കാച്ചിക്കുറുക്കി അധികം നീളമൊന്നുമില്ലാത്ത ലേഖനമാണിത്. ഇത് സത്യത്തിൽ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പരിഭാഷ ചെയ്ത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കേണ്ടതാണ്. അതും ഉണ്ടാകും എന്ന് കരുതാൻ വയ്യ. പക്ഷെ നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് പറയാം, പത്മപ്രിയ തുടക്കക്കാരികളിൽ ഒരാൾ എങ്ങും പോയിട്ടില്ല, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് പിഴവ് പറ്റുമ്പോൾ അവർ തിരുത്താനും ശ്രമിക്കുന്നുണ്ട്. ഈ സമൂഹത്തിന് ഈ അനുകമ്പ എന്ന് പറഞ്ഞൊരു സംഗതി ചോർന്നു പോയിരിക്കുന്നു എന്നവർ തുറന്നു പറഞ്ഞിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.